ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാനിപ്പോൾ മസ്കറ്റ് എയർപോർട്ടിലാണുള്ളത്. ഞാൻ നാട്ടിലേക്ക് പോകുന്ന പെട്ടെന്നേനു ടിക്കറ്റെല്ലാം എടുത്തിന്. ഈ കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് ടിക്കറ്റ് എടുത്തത്. പെട്ടെന്ന് ടിക്കറ്റിന് റേറ്റ് കുറവ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിറ്റേത്തെ ദിവസം വെനസ്ഡേ നൈറ്റാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. ആകെ അത്രയൊരു ടൈമേ എനിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ പാക്കിങ്ങും എല്ലാം കൂടി ആയിട്ട് ഫുള്ള് ഹറിബറി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലേനും നാട്ടിൽ വരുന്ന കാര്യം. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. Bye. Apa kabar ya? നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ കൗണ്ടറിൽ ഫുള്ള് തിരക്കിനും കുറേ ടൈം ക്യൂ നിൽക്കേണ്ട വന്നതിന്. ഒറ്റയ്ക്ക് പോകുമ്പം കുഴപ്പമില്ല, പക്ഷേ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അന്ന് കുറച്ച് അടുങ്ങാറ്. താങ്ക് യു. നെയ്യ് ഷെയർ ചെയ്തിനാ തന്നിനാ. ഇവ നെയ്യ് ഓടില്ലേ, അപ്പൊ ഇവാച്ചു ഓടും ഓടിയാല്. നെയ്ക്ക് മനസ്സിലായാ? ഇവ ഇങ്ങോട്ട് പിന്നെ ഇവിടെ എൻ്റെ ഒരു ഫാമിലിയും കൂടി ഉണ്ടേനു. ഞാനിവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് പരിചയപ്പെട്ടതാണ്. എന്നെപ്പോലെ തന്നെ അവർക്ക് 2 പെൺകുട്ടികളാണ്. അവരായിട്ട് ലയ്യു വിവാച്ചു നല്ല കമ്പനിയായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാൾക്കും ബോറടിച്ചിട്ടില്ല. ഹലോ, ഇത് ചോക്ലേറ്റ് തിന്നേണ്ട ടൈമല്ലേ? വിശക്കുന്നുണ്ടോ? പിന്നെ മക്കളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പം ഈ ഒരു ബാഗ് മസ്റ്റാണ്. ഈ ബാഗിൽ ഫുള്ള് ഇവരെ ചോക്ലേറ്റ്സും അങ്ങനത്തെ വെള്ളം അങ്ങനത്തെ എല്ലാമാണ്. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു കൊടുത്തതാണ്. ഇവരിത് എയർപോർട്ടിൽ നിന്നേ കഴിക്കാൻ തുടങ്ങിയത്. ലയ്യു എവിടെയാ പോയേ? ഫുള്ള് തിന്നാ? ഹായ്. വച്ചു എടുത്തോ. ആ കണ്ട്. എന്താ ഇവ? എന്താ ഇവ ഓടല്ല, ഓല് വരും. ഓല് ബാക്കിലവരാണ്, നമ്മള് അലയും. ഓല് അങ്ങോട്ടവരാണ്, നമ്മളടുത്തായിരിക്കൂല. സീറ്റ് നമ്പർ മാറ്റാണ്ടാവും. रक्षा जैकेट को फुलाने के लिए लाल टैब्स या टैब को ऐसे खींचें और अधिक फुलाने के लिए इन लाल नलियों या नली से हवा भरें। ध्यान रखें कि द्वार के बाहर निकलने से बिल्कुल पहले आप रक्षा जैकेट में हवा भर लें। यदि आप ओवरविंग द्वार से बाहर निकल रहे हैं तो അങ്ങനെ ഇതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമായി. ഞാനിപ്പം ഒമാനിൽ 1 കൊല്ലമായി നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജൂലൈയിൽ നാട്ടിൽ പോയിട്ട് വന്നതാണ്, 2 മാസം നിന്നിനി. അതേപോലെ ഇപ്രാവശ്യം 1 കൊല്ലം കഴിഞ്ഞപ്പം ജൂൺ ജൂലൈ വെക്കേഷനാണ് പോകുന്നത്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ പോകുന്നുണ്ട്. ലീവിൻ്റെ കുറച്ച് ക്ലാസ്സസ് മിസ് ചെയ്യും. പിന്നെ ഇതാ ഫ്ലൈറ്റിൽ കയറിയ പാടന്നെ രണ്ടാളും നല്ല ഉറക്കമായിന്. അത് ലാൻഡ് ചെയ്യുന്നവരെ അങ്ങനെ ഉറങ്ങിക്കോളും.
ടാസ്ക്. എന്താ അത്? ഇതൊക്കെയായിരുന്നു എൻ്റെ ഫാമിലി റിയാക്ഷൻ. ഞാൻ ആരോട് പറയാണ്ട് നാട്ടിൽ പോയപ്പോഴുള്ള റിയാക്ഷനേനു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. കാരണം എൻ്റെ ഉമ്മയെല്ലാം ഭയങ്കര കരച്ചില്ലേനു. അതുകൊണ്ടല്ല ഇഷ്ടമായത്, അവരെ സന്തോഷം എനിക്ക് കാണാൻ പറ്റി. ഞാൻ സാധാരണ പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും എക്സൈറ്റഡും സന്തോഷേനും ഞാൻ പറയാണ്ട് അവർക്ക് എന്നെ സർപ്രൈസായിട്ട് കണ്ടപ്പോൾ അവർക്ക് ഫീലായത്. അതെനിക്ക് നല്ലോണം മനസ്സിലായിന്. കാരണം അവർക്ക് നമ്മളടുത്ത് നിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മളെ പ്രസൻസ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെനിക്ക് ഇപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ പറയാണ്ട് വന്നുകൊണ്ട് മനസ്സിലായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാട്ടിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.